നമസ്കാരം. കേരളത്തിലെ തന്നെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ് ഇത് 3.5 കോടിയാണ്. 3.5 കോടിയുടെ ബഡ്ജറ്റ് ടൂറിസത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാകണമെങ്കിൽ ആദ്യം ഈ പാർവതി പുത്തനാർ ശുദ്ധീകരിക്കണം. നല്ല വൃത്തിയൊക്കെ കുളിച്ചോണ്ടിരുന്നല്ലേ? കൊതു ഭയങ്കര കൊതു സാറേ, ഭയങ്കര കൊതെന്ന് വെച്ചാൽ ഇട്ട് കഴിയുമ്പോൾ ആരും ഞാപ്പിരിയത് നീത് നേരെ രീതി വരെയൊന്നുമില്ല. നമസ്കാരം. കേരളത്തിലെ തന്നെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 20-ാം തീയതി അത് മുഖ്യമന്ത്രി ജനങ്ങൾക്കായി തുറന്നു കൊടുക്കും. ഇത് കരിക്കകം, നമ്മുടെ ഹൈവേയിൽ കരിക്കകം ദേവീക്ഷേത്രത്തിന് അടുത്തായിട്ടാണ്, ഓപ്പോസിറ്റായിട്ടാണ് ഈ ബ്രിഡ്ജ് വരുന്നത്. ഇത് ബേക്കൽ കോവളം ബേക്കൽ ജലപാതയുടെ ഭാഗമായിട്ടാണ് 3.5 കോടി മുതൽ മുടക്കി ഈ ബ്രിഡ്ജ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. പണിയെല്ലാം പൂർത്തിയായി, പെയിൻറ്റിംഗ് പണി മാത്രമാണ് ബാക്കിയുള്ളത്. ഞങ്ങൾ അസിസ്റ്റന്റ് എഞ്ചിനീയറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രധാനമായും ടൂറിസത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 5 മീറ്റർ വരെ തറയിൽ നിന്ന് ഈ ബ്രിഡ്ജ് മുകളിലേക്ക് വരും. അതായത് ബോട്ടുകൾ വന്നു കഴിഞ്ഞാൽ ബോട്ടിന് കടന്നു പോകാൻ വേണ്ടി ഈ ബ്രിഡ്ജ് ഉയരുമെന്ന് സാരം. പക്ഷേ ഈ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാകണമെങ്കിൽ ആദ്യം ഈ പാർവതി പുത്തനാർ ശുദ്ധീകരിക്കണം. ഇപ്പോഴത്തെ ഈ പാർവതി പുത്തനാറിൻ്റെ അവസ്ഥ മനുഷ്യൻ നോക്കാൻ പോലും മടിക്കുന്ന അവസ്ഥയാണ്. കറുകറുത്ത ജലമാണ്. അതുമാത്രമല്ല, ഈ തിരുവനന്തപുരം നഗരത്തിലെ സകല മാലിന്യങ്ങളും ഒഴുക്കി വിടുന്നത് ഈ പാർവതി പുത്തനാർ വഴിയാണ്. ആദ്യം ഈ പുഴ ശുദ്ധജലമായെങ്കിൽ മാത്രമേ ഇവിടെ ടൂറിസം നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജാണ്. ക്ലാസ് എ ലോഡിംഗ് ഉള്ള. ഒരെണ്ണം കോഴിക്കോട് ഫുഡ് ബ്രിഡ്ജാണുള്ള ലിഫ്റ്റ് ബ്രിഡ്ജ്. ഇതിപ്പോൾ ക്ലാസ് എ ലോഡിങ്ങിൽ കാറും ചെറിയ വാഹനങ്ങളെല്ലാം കടന്നു പോകത്തക്ക രീതിയിലുള്ള ബ്രിഡ്ജാണ്. എത്ര ടൺ വെയിറ്റ് വരെ താങ്ങും ബ്രിഡ്ജ്? ഇത് 55 ടൺ വരെ ശേഷിയുള്ളതാണ്. ക്ലാസ് എ ലോഡിംഗ് ആണ്. എന്ത് ടെക്നോളജിയാണ് ഇതിൽ അപ്ലൈ ചെയ്തേക്കുന്നത്? ഇതിൽ സാധാരണ ലിഫ്റ്റ് ബ്രിഡ്ജിൻ്റെ ടെക്നോളജി ക്രെയിൻ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ 15 HP ഉള്ള പവറുള്ള മോട്ടറുകൾ 2 ഓരോ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 36 ടണ്ണാണ് പാലത്തിൻ്റെ വെയിറ്റ്, സ്റ്റീൽ ബ്രിഡ്ജ്. അപ്പോൾ ഈ 2 മോട്ടറും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ പാലം ഒരുമിച്ച് പൊങ്ങുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആശയത്തിലേക്ക് ഗവൺമെൻറ് വന്നത്? അത് ഇവിടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ്. കാരണം അപ്രോച്ച് റോഡ് ഉണ്ടാക്കി കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കാനുള്ള സ്ഥലമില്ല, സ്ഥലപരിമിതിയുണ്ട്. അതേസമയം ബോട്ടുകൾക്ക് പോവുകയും വേണം. ഇതുവഴി ഭക്തജനങ്ങൾക്ക് കരിക ക്ഷേത്രത്തിൽ പൊങ്കാലയുടെ സമയത്തൊക്കെ ഒരുപാട് ഉപയോഗമുള്ള ഒരു പാലമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്യാനേ ഇവിടെ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ലിഫ്റ്റിംഗ് ബ്രിഡ്ജായിട്ട് ചെയ്തത്. ഇത് ബേക്കൽ ആക്കുളം ജലപാതയായിട്ട് ബന്ധപ്പെട്ടാണ്, കനാൽ വികസനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പക്ഷേ ഈ ലിഫ്റ്റിംഗ് ബ്രിഡ്ജായിട്ട് മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. കോൺക്രീറ്റ് ബ്രിഡ്ജ് ഇവിടെ പറ്റില്ല. അതുകൊണ്ടാണ് ലിഫ്റ്റ് ബ്രിഡ്ജ് ചെയ്തത്. എത്ര ബഡ്ജറ്റായിട്ടാ ഇത്? 3.5 കോടിയാണ്. 3.5 കോടിയുടെ ബഡ്ജറ്റ്. ഏത് കമ്പനിയാണ് ചെയ്തത്? ഇത് കെൽ എന്ന് പറയുന്ന കോൺട്രാക്ടറാണ്. കേരള ഇലക്ട്രിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്നാണ് ഇനാഗുറേഷൻ? കോൺട്രാക്ട് 20-ാം തീയതി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ്. ഈ ഒരു ജലപാത എപ്പോഴത്തേക്ക് യാഥാർത്ഥ്യമാകും? ഇത് 2025 യാഥാർത്ഥ്യമാകുമെന്നാണ് ഇപ്പോഴത്തെ കണക്കൂട്ടൽ. പ്രധാനമായിട്ടും വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടല്ലേ ഇത് ഈ ജലപാത? ചരക്ക് നീക്കം മാത്രമല്ല, ടൂറിസം, പ്രധാനമായിട്ട് ടൂറിസം. കോവളം മുതൽ ബേക്കൽ വരെയുള്ള ടൂറിസ്റ്റ് വികസനത്തിന് ഇത് വളരെ മുതൽക്കൂട്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ ചരക്ക് ഗതാഗതത്തിനും നല്ലതാണ്. ഈ പാർവതി പുത്തനാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ദുർഗന്ധമാണ്, നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ കറകറ വേസ്റ്റ് മാത്രം ഒഴുകുന്ന വെള്ളമാണ്. ഇവിടെ ഒരു ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാകും? കാലക്രമേണ യാഥാർത്ഥ്യമാകും. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നടക്കും എന്നുള്ളതാണ്. ഇത് വൃത്തിയാകും. മലിനമായതെല്ലാം പിന്നീട് ഭാവിയിൽ വൃത്തിയായിട്ടുള്ളതാണ് നമ്മുടെ ചരിത്രം. കാരണം നമ്മുടെ ട്രെയിനേജ് എല്ലാം ഒഴുക്കി വിടുന്നത് ഈ വെള്ളത്തിലേക്കാണ്. അതെല്ലാം മാറ്റാൻ പറ്റും. അത് ഡ്രെയിനേജ് സിസ്റ്റം കോർപ്പറേഷൻ പുതിയ രീതിയിൽ ചെയ്യുമെന്നാണ് നമ്മുടെ കണക്കൂട്ടൽ. കാരണം നമ്മുടെ പല പദ്ധതികളും ഇങ്ങനെ തുടങ്ങി വെക്കുകയും പായി ഉപേക്ഷിച്ച് പോവുകയാണ് നമ്മുടെ സർക്കാർ പലപ്പോഴും ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ അവസ്ഥ അതുപോലെ ആവും? ഇല്ല, ഇച്ഛാശക്തിയുള്ള സർക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പൂർത്തീകരിക്കാൻ പറ്റും. ഒരു ജലപാത യാഥാർത്ഥ്യമാവുന്നതാണ്. ടൂറിസമാണ് നോക്കുന്നത്. അതെ, ടൂറിസം പ്രധാനമായും, അതോടൊപ്പം ചരക്ക് ഗതാഗതം. ഇവിടുന്ന് വിഴിഞ്ഞത്തു നിന്നുള്ള ചരക്ക് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ട് ഈ കനാൽ വഴി കൊണ്ടുപോകും. കഴിഞ്ഞ 20 വർഷക്കാലമായി തിരുവനന്തപുരം നഗരത്തിൻ്റെ തീരാത്ത ദുഃഖം തന്നെയാണ് പാർവതി പുത്തനാർ. ഇരു കരകളിലുമുള്ളതും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുമൊക്കെയുള്ള വേസ്റ്റുകളൊക്കെ ഈ ഒരു പുഴയിലേക്കാണ് വലിച്ചെറിയുന്നത്. ഈ കരയുടെ ഇരുഭാഗത്തുമുള്ള ജനങ്ങൾക്ക് വാസയോഗ്യമല്ലാത്ത സ്ഥലമായി തീർന്നിരിക്കുന്നു. കൊതുകിൻ്റെ ശല്യം പറയുകയേ വേണ്ട.
ഇവിടുത്തെ സാധാരണ ജനങ്ങളോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഒരു സത്യം പറയുന്നത് 20 വർഷമേ ആയിട്ടുള്ളൂ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഈ നദി ഈ ഒരു ആറ് മാറിയിട്ട് അതിന് മുമ്പ് ഇവരൊക്കെ കുളിക്കുക വരെ ചെയ്യുന്ന ഒരു നദിയായിരുന്നു ഈ പാർവതിപുത്തന. നിങ്ങൾക്ക് ഇവിടെ ജനിച്ചു നടന്ന ആൾക്കാരല്ലേ? ഈ പാർവതിപുത്താൻ്റെ അവസ്ഥ പണ്ട് ഇതായിരുന്നു? ഇങ്ങനെ അല്ലായിരുന്നു. എങ്ങനെയായിരുന്നു? നല്ല വൃത്തിയൊക്കെ ഉണ്ട്, കുളിച്ചോണ്ടിരുന്നതല്ലേ. ആണോ? ആ. എത്ര കാലം മുതലാണ് പാർവതിപുത്തനാർ ഇങ്ങനെയായി മാറിയത്? അതൊരു 20 വർഷമാവും. 20 വർഷം കൊണ്ടാണ് ഇങ്ങനെ ആയത്. എന്തുകൊണ്ട് എങ്ങനെയായി മാറിയത്? എങ്ങനെ? അത് ഈ വേസ്റ്റുകൾ കൊണ്ട് തള്ളണത് ആളുകൾ. പഴയ പാർവതിപുത്തനാർ നിങ്ങളെ കുളിച്ചുകൊണ്ടിരുന്ന പിന്നെ പാർവതിപുത്തനാർ തിരിച്ചു വരുമോ? വരുമെന്ന് എനിക്ക് ആ വിശ്വാസം പോരാ. ആണോ? ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ ഉള്ള ചവറത്തിനും വാരി ഇട്ടാക്കിയല്ലേ അവർ. എന്തുമാത്രം ചവറുകളും കുപ്പികളും ഒക്കെ ഇപ്പോൾ വാരി ജാസിപ്പിണ്ടെന്ന് ഇനി ഇത് നേരെ രീതി വരെയൊന്നുമില്ല. വരില്ല, ഉറപ്പാണ്. പിന്നെ ഉറപ്പ് തന്നെ. നമ്മുടെ AU നമ്മോട് പറഞ്ഞു വെച്ചാൽ അത് വീണ്ടും പഴയ വെള്ളം ആക്കി എടുക്കും, ഇവിടെ ടൂറിസം വരും എന്നൊക്കെയാണ് പറയുന്നത്. അത് വരൂല. അത് ജനങ്ങൾ ഇവരിപ്പോൾ ആരും നിയന്ത്രിക്കാൻ നോക്കൂല. വണ്ടിയിൽ കൊണ്ടുവന്ന് തള്ളി ആരെ അറിയണം. പ്രധാനമായിട്ടും ഇപ്പോൾ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇവിടെ ടൂറിസം പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ നാട്ടുകാർ തന്നെ പറയുന്നത് ഒരിക്കലും ഈ വെള്ളം തിരിച്ചു കിട്ടത്തില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് ടൂറിസം ശരിയാവും? കാരണം ഇപ്പൊ തന്നെ സ്മെല്ലാണ് നിൽക്കാൻ പറ്റുന്നത്. അതാണ്, അത് ജനങ്ങൾ അംഗീകരിക്കില്ല. അവർ തന്നെയാണ് വൃത്തികേടാക്കുന്നത്. ഗവൺമെന്റ് എത്ര ചെയ്തിരുന്നാലും അത് പഴി ഗവൺമെന്റിന് തന്നെയാണ്. അല്ല, ജനങ്ങൾ ഇതിനെപ്പറ്റി ഒരു ചിന്തിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. ജനങ്ങൾ വിചാരിച്ചേ ഇത് വൃത്തിയാവുള്ളൂ. കൊതുക് ശല്യം ഉണ്ടോ ഇവിടെ? കൊതു ഭയങ്കര കൊതു സാറേ, ഭയങ്കര കൊതെന്ന് വെച്ചാൽ ഇപ്പത്തെ കഴിയുമ്പോൾ ആരും ഞാപ്പിരി അസുഖം പിടിക്കും. എന്തോന്ന് ചെയ്യാൻ ഇനി ഒന്നും ചെയ്യാൻ ഒക്കില്ല. ഇത് ആളുകൾ ഇതിനപ്പുറം തന്നെ ചെയ്യേ ഉള്ളൂ. ഇങ്ങനെ ചവറൊക്കെ ഉപേക്ഷിക്കുന്നവർക്കെതിരെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. മുനിസിപ്പാലിറ്റി കാണുന്നില്ലേ? മുനിസിപ്പാലിറ്റി കണ്ടെത്തി രാത്രിയൊക്കെ കൊണ്ട് തള്ളുന്നത്. ഇവന്മാരെ കൊണ്ടിട്ടുണ്ടോമാരെ അടിച്ചു കൊല്ലും. ആണോ? അതുകൊണ്ട് ആരും ഒന്നും ചെയ്യില്ല. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കി കഴിയുമ്പോൾ കുറേയേറെ ചരക്കുകൾ ഇതുവഴി ട്രാൻസ്പോർട്ട് ചെയ്യാം, അത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാം എന്നതാണ് മറ്റൊരു മാർഗം. അതിന് മുമ്പായിട്ട് ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. കാരണം നമ്മുടെ ഇപ്പോൾ ഈ ബ്രിഡ്ജ് പണിതതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് സ്ഥലം വൃത്തിയാക്കിയിട്ടുള്ളത്. ഇനി ഒരുപാട് സ്ഥലം വൃത്തിയാക്കാനുണ്ട്, ആഴം കൂട്ടാനുണ്ട്. അങ്ങനെ ഒരുപാട് കടമ്പകൾ ബാക്കി കിടക്കുകയാണ്. ഈ പുതിയ ലിഫ്റ്റ് ബ്രിഡ്ജ് വരുന്നതോടുകൂടി ഈ പാർവതിപുത്തനാറിൻ്റെ മുഖവും മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം പണ്ട് 20 വർഷത്തിന് മുന്നേ നാട്ടുകാർ ഉപയോഗിച്ചത് പോലെയുള്ള അവസ്ഥയിലേക്ക് ഈ ഒരു നദി തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മർദ്ദളം മലയാളിക്ക് വേണ്ടി ക്യാമറമാൻ JP-ക്കൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ്.